എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന കേട്ടറ്റ് പരീക്ഷയുടെ സൈക്കോളജിയുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് നോക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കുട്ടികൾക്ക് വായനാ പരിശീലനം നൽകുന്നതിനു വേണ്ടി വൈഗോട്സ്കിയുടെ ആശയങ്ങളുടെ പിൻബലത്തോടെ ആവിഷ്കരിച്ച രീതിയാണ് പ്രതിക്രിയ പഠനം. RTE ആക്ട് 2009 ഇന്ത്യ ഗവൺമെൻറ് ബാധകമാക്കിയിരിക്കുന്നത്. ആൻസർ വരുന്നത് ഇന്ത്യയിലാകമാനം. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്ന ക്ലാസ് റൂം പ്രവർത്തനങ്ങളിൽ സഹകരണം ഉറപ്പാക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ പ്രവർത്തനം ഏത്? കളിയിൽ ഏർപ്പെടൽ. ഓപ്ഷൻ സി ആണ് ആൻസർ. ഇത് എ സെറ്റിൻ്റെ ആൻസറാണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നാലാമത്തെ, കുട്ടികളുടെ വികാരങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രസ്താവനകൾ ചുവടെ കൊടുക്കുന്നു. ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ലാസ്റ്റത്തെ ഓപ്ഷൻ ഡി, വികാരങ്ങൾ സ്ഥിരമാണ്. ഇനി അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഫസ്റ്റത്തെ എ ആണ് വരുന്നത്, യഥാസ്ഥിത കാനാന്തര സദാചാരഘട്ടം. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി ആണ്, വ്യക്താന്തര ബുദ്ധി. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ആദേശനമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ടീച്ചർമാർ ക്ലാസ്സിൽ ഗ്രൂപ്പ് പ്രവർത്തനം നൽകാറുണ്ട്. അപ്പോൾ ഏതൊക്കെ ഗ്രൂപ്പ് രൂപീകരണമാണ് ഫലപ്രദമായ പഠനത്തിന് അനുയോജ്യമല്ലാത്തത്? ആൻസർ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും ചേർന്നുള്ള ഒരു ഗ്രൂപ്പ്. ഇനി വികാസവുമായി ബന്ധപ്പെടുത്തി ചുവടെയുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി, വികാസം രേഖീയമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പഠിതാവിൻ്റെ വിലയിരുത്തലിന് നിരന്തരവും സമഗ്രവുമായ വിലയിരുത്തലിനാണ് അവസരം ഒരുക്കിയിട്ടുള്ളത്. ഇതിന് ഏറ്റവും അനുയോജ്യമായ വിലയിരുത്തൽ രീതി ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, മുകളിൽ സൂചിപ്പിച്ചവ എല്ലാം. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എ ആണ്, രൂപപശ്ചാത്തല നിയമം. ഇനി 12ാമത്തെ, കുട്ടികളിൽ ഭാഷാ നൈപുണ്യങ്ങൾ ഉറപ്പാക്കുന്നതിന് ഉപയോഗിക്കാവുന്ന ഏറ്റവും ശരിയായ പ്രവർത്തനക്രമം ഏത്? ശ്രവണം, ഭാഷണം, വായന, ലേഖനം. ഓപ്ഷൻ സി ആണ് ആൻസർ. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ, 12 വയസ്സുള്ള അഹൻ്റെ ബുദ്ധിമാനം IQ 125 ആണ് എങ്കിൽ ചുവടെ കൊടുത്തിരിക്കുന്നവ ശരി ഏത്? ഓപ്ഷൻ സി, അഹൻ്റെ മാനസിക വയസ്സ് 15 ആണ്. കുട്ടി നേടിയ അറിവിന്മേൽ നിരന്തരം പുതിയ അറിവുകൾ ചേർത്ത് കൂടുതൽ ആഴത്തിലേക്കും വ്യാപ്തിയിലേക്കും പോവുക എന്നത് പാഠ്യപദ്ധതിയുടെ ചിട്ടപ്പെടുത്തുന്നതിനുള്ള ഒരു സുപ്രധാന രീതിയാണ്. ഇതറിയപ്പെടുന്നത് ഓപ്ഷൻ എ, ചാക്രികാരോഹണ രീതി. മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൻ്റെ സുപ്രധാന ഘട്ടങ്ങളിൽ യാഥാർത്ഥ്യബോധ തത്വവുമായി ബന്ധപ്പെട്ട ഘടകം ഏതാണ്? ഓപ്ഷൻ എ, അഹം. ഇനി അടുത്തത്, മാഗി ക്ലാസ്സിൽ ടീച്ചർ നൽകുന്ന എല്ലാ പ്രവർത്തനങ്ങളും സമയത്തു തന്നെ ചെയ്തു തീർക്കുന്നതിൽ എപ്പോഴും ആനന്ദം കണ്ടെത്തുന്നു. പഠനത്തോടുള്ള കുട്ടിയുടെ ഇഷ്ടം സൂചിപ്പിക്കുന്നത്. ഓപ്ഷൻ ബി, ആന്തരിക അഭിപ്രേരണ. ബുദ്ധിയുമായി ബന്ധപ്പെട്ട ചാൾസ് പിയർമാൻ്റെ ദ്വിഘടക സിദ്ധാന്തത്തിലെ 2 ഘടകങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ എ, ജി ഘടകവും എസ് ഘടകവും. ഇനി അടുത്തത്, ഒരു അധ്യായത്തിൽ പഠിക്കേണ്ട ആശയങ്ങൾ, പ്രസ്താവനകൾ എന്നിവയുടെ ചുരുക്കരൂപത്തെ ചിത്രീകരിക്കുന്നത് പറയുന്നത് ഏതാണ്? കോൺസെപ്റ്റ് മാപ്പാണ് ആശയചിത്രം. സ്കൂളിലേക്ക് വരുന്ന വഴി തെരുവ് നായ്ക്കളെ സൂക്ഷിക്കണമെന്ന് ഫെമിന ടീച്ചർ എപ്പോഴും കുട്ടികളെ ഓർമ്മപ്പെടുത്തുമായിരുന്നു. ഇപ്പോൾ ക്ലാസ്സിലെ ഭൂരിഭാഗം കുട്ടികൾക്കും എല്ലാ നായ്ക്കളെയും പേടിയാണ്. അപ്പോൾ ഏത് പഠന സമീപനവുമായിട്ടാണ് ഇതിന് ബന്ധമുള്ളത്? ഓപ്ഷൻ ബി, ചോദക സാമാന്യവൽക്കരണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ്റെ, ക്ലാസ്സിൽ ഗണിതം പഠിപ്പിക്കുന്ന ആസി ടീച്ചർ കുട്ടിയോട് ഒരു ബോധയുടെ 4 വസ്തുക്കളും അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ, ഭ്രൂണരാണ്. ഇനി 21ാമത്തെ, സർഗാത്മകതയുടെ അടിസ്ഥാന ഘടകങ്ങളുമായി ബന്ധപ്പെടുത്തി ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരി ഏത്? ഓപ്ഷൻ സി, വാചാലത, വിവൃജന ചിന്ത, പ്രശ്നപരിഹരണശേഷി, ഉൾക്കാഴ്ച, മൗലികത. കുട്ടിക്കാലത്തിലെ ഏതു കാലഘട്ടത്തെയാണ് കളിപ്പാട്ടങ്ങളുടെ കാലം എന്ന് മനഃശാസ്ത്രജ്ഞന്മാർ വിശേഷിപ്പിക്കുന്നത്? ഓപ്ഷൻ ബി, ആദ്യ ബാല്യകാലം. പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുട്ടികളുടെ പഠനത്തിനായി സാധാരണ സ്കൂളിലെ കുട്ടികൾ ഉപയോഗിക്കുന്ന പാഠപുസ്തകത്തിന് പകരമായി ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ സി, അനുപൂരക പാഠപുസ്തകങ്ങൾ.
ഇനി ലിംഗസമത്വം, സ്ത്രീ ശാക്തീകരണം എന്നിവ ഉറപ്പാക്കുന്നതിന് വേണ്ടി ദേശീയ തലത്തിൽ ആവിഷ്കരിച്ച പദ്ധതി കേരളത്തിൽ നടപ്പാക്കുന്നത് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിലാണ്. ഈ പദ്ധതിയുടെ പേരെന്ത്? ഓപ്ഷൻ ബി നൈ ചേതന 3.0. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, പ്രൈമറി തലത്തിൽ പഠനം പാൽപ്പായസമാക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ പഠനമാധ്യമം. ഓപ്ഷൻ എ കുട്ടിയുടെ മാതൃഭാഷ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ബ്ലാക്ക് ബോർഡിൻ്റെ ചോദ്യമാണ്. ഓപ്ഷൻ 3 ക്രിയാഗവേഷണം ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ലിജി 3ാം ക്ലാസ് മുതൽ സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്നു. ഇപ്പോഴും റോഡിലൂടെ ഒറ്റയ്ക്ക് ഓടിക്കാൻ പേടിയാണ്. അപ്പോൾ ഏതുതരം പഠന വൈകല്യമാണ്? പ്രയോഗ വൈകല്യം. ഓപ്ഷൻ ഡി പ്രയോഗ വൈകല്യം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സന്തോഷകരവും സന്താപകരവുമായ പ്രബലനങ്ങളുടെ ഉപയോഗത്തിലൂടെ വ്യവഹാര പരിവർത്തനം സാധ്യമാകുമെന്ന് സൂചിപ്പിക്കുന്ന സിദ്ധാന്തമാണ്? ഓപ്ഷൻ സി പ്രവർത്തനാനുബന്ധന സിദ്ധാന്തം. ഇനി പിയാഷെയുടെ വൈജ്ഞാനിക വികാസഘട്ടങ്ങളിൽ ഏതിലാണ് സ്വയം കേന്ദ്രീകൃത അവസ്ഥ കുട്ടികളിൽ ദൃഢമൂലമായിരിക്കുന്നത്? ഓപ്ഷൻ ബി പ്രാഗ്മനോവ്യാപാര ഘട്ടം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മാസ്ലോയുടെ പഠനവുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ചുവടെയുള്ള ഏറ്റവും ഉയർന്ന ആവശ്യമായി വരുന്നത്? ഓപ്ഷൻ ഡി ആത്മസാക്ഷാത്കാരം.